മിന്നാമിനുങ്ങും മിന്നൽ വെളിച്ചവും. ശാന്തമായ തെളിഞ്ഞ ഒരു പുഴയോരത്ത് ഫ്ലിക്ക് എന്നൊരു കുഞ്ഞു മിന്നാമിനുങ്ങ് താമസിച്ചിരുന്നു. എല്ലാ രാത്രിയിലും നക്ഷത്രങ്ങൾ ആകാശത്ത് വരുമ്പോൾ മറ്റെല്ലാ മിന്നാമിനുങ്ങുകളും തിരക്കിട്ട് പറന്നു നടന്ന് തങ്ങളുടെ വെളിച്ചം തിളക്കമുള്ളതും വേഗതയുള്ളതുമായ രൂപങ്ങളിൽ മിന്നിച്ചെറിഞ്ഞു. എന്നാൽ ഫ്ലിക്കിന്റെ വെളിച്ചം ഒരൽപ്പം വ്യത്യസ്തമായിരുന്നു. അതിനു വലിയ വേഗമോ പ്രകാശതീവ്രതയോ ഉണ്ടായിരുന്നില്ല. അതൊരു മെല്ലിച്ച, മൃദുലമായ, സൗമ്യമായ ചലനമായിരുന്നു. മിന്നുന്നു, നിർത്തുന്നു, മിന്നുന്നു, നിർത്തുന്നു. "നീ തീരെ പതുക്കെയാണ് ഫ്ലിക്ക്," വേഗത്തിൽ മിന്നുന്ന മിന്നാമിനുങ്ങ് കളിയാക്കി. "നമുക്ക് കൂട്ടുകാർക്ക് സന്ദേശങ്ങൾ നൽകാൻ തെളിച്ചമുള്ള പ്രകാശം ആവശ്യമാണ്." ഫ്ലിക്കിന് സങ്കടം തോന്നി. അവൻ എത്ര ശ്രമിച്ചിട്ടും വേഗത്തിൽ മിന്നാൻ കഴിഞ്ഞില്ല. ശ്രമിക്കുമ്പോൾ അവന്റെ വെളിച്ചം മുഴുവനായും അണഞ്ഞു പോവുകയായിരുന്നു. ഒടുവിൽ അവൻ നനവുള്ള ഒരു പന്നൽ ചെടിയിൽ ഇരുന്നു. വിഷമിച്ചവനും ഏകാകിയുമായി അവൻ അപ്പോൾ തോന്നി. പെട്ടെന്ന് ഉറക്കം തൂങ്ങിയ, വഴിതെറ്റിയ ഒരു ചെറിയ നിശാശലഭം പറന്നുവന്ന് ഫ്ലിക്കിന്റെ ദേഹത്ത് തട്ടി. "അയ്യോ, കഷ്ടം!" നിശാശലഭം പതിയെ തേങ്ങി. "എനിക്കുറങ്ങാനുള്ള ഏറ്റവും മൃദുലമായ പായൽ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല. ആ വലിയ, വേഗതയുള്ള വിളക്കുകൾ എന്നെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. ഞാൻ വെറുതെ ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്." ഫ്ലിക്ക് തന്റെ ചെറിയ, പതുക്കെയുള്ള വെളിച്ചത്തിലേക്ക് ശ്രദ്ധിച്ചു. അവൻ ആഴത്തിൽ ശ്വാസമെടുത്ത് തന്റെ മൃദുലമായ, സൗമ്യമായ താളത്തിലുള്ള മിന്നൽ നൽകാൻ തുടങ്ങി. മിന്നുന്നു, നിർത്തുന്നു, മിന്നുന്നു, നിർത്തുന്നു. നിശാശലഭം ഉടൻ തന്നെ കറക്കം നിർത്തി. "ഓ, ആ വെളിച്ചം!" അവൾ സന്തോഷത്തോടെ പറഞ്ഞു. "ഇത് വളരെ ശാന്തവും സ്ഥിരവുമാണ്. എന്റെ കണ്ണുകൾക്ക് വേദനിക്കുന്നില്ല." തന്റെ മൃദുലമായ, താളാത്മകമായി സ്പന്ദിക്കുന്ന വെളിച്ചം ഉപയോഗിച്ച് ഫ്ലിക്ക് നിശാശലഭത്തെ മെല്ലെ നയിച്ചു. ആ ശാന്തമായ താളം നിശ്ശബ്ദമായ രാത്രിയിലെ ഒരു പതുക്കെയുള്ള ചെണ്ടമേളം പോലെ നിശാശലഭത്തിന് പിന്തുടരാൻ വളരെ എളുപ്പമായിരുന്നു. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ നിശാശലഭം വെൽവെറ്റ് പോലെ മൃദുലമായ പായൽപ്പാളികളിൽ സുരക്ഷിതമായി ഇറങ്ങി. "നന്ദിയുണ്ട് ഫ്ലിക്ക്," നിശാശലഭം ഉറക്കം തൂങ്ങി മന്ത്രിച്ചു. "നീ എനിക്ക് കാണിച്ചു തന്നത് ഏറ്റവും വേഗതയുള്ള വഴിയല്ല, ഏറ്റവും സമാധാനമുള്ള വഴിയാണ്." തന്റെ വെളിച്ചത്തിന് ഒരു കുഴപ്പവുമില്ലെന്നും അത് സവിശേഷമാണെന്നും ഫ്ലിക്ക് തിരിച്ചറിഞ്ഞു. അവന്റെ പതുക്കെയുള്ള, മൃദുലമായ മിന്നൽ വേഗത്തിൽ പറന്നു നടക്കാൻ വേണ്ടിയായിരുന്നില്ല, മറ്റുള്ളവർക്ക് സുരക്ഷിതത്വവും സമാധാനവും ഉറക്കത്തിന് തയ്യാറെടുപ്പും നൽകാൻ തികച്ചും യോജിച്ചതായിരുന്നു. രാത്രിയുടെ നിശ്ശബ്ദതയിൽ ശാന്തവും സൗമ്യവുമായൊരു ദീപസ്തംഭം പോലെ അവൻ അവിടെയിരുന്നു. മിന്നുന്നു, നിർത്തുന്നു, മിന്നുന്നു, നിർത്തുന്നു. തന്റെ സ്വന്തം മൃദുലമായ വെളിച്ചം സമാധാനത്താൽ നിറയ്ക്കുന്നത് ഫ്ലിക്ക് അറിഞ്ഞു. അവനും കൂടുതൽ ഉറക്കം തോന്നിത്തുടങ്ങി. ശുഭരാത്രി. നിങ്ങളുടെ സ്വപ്നങ്ങൾ ശാന്തവും പതുക്കെയുള്ളതുമാകട്ടെ.